ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞങ്ങളുടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ലാസ്റ്റ് നമ്മൾ ഫ്രൈഡേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്ന വീഡിയോയുടെ കണ്ടിന്യൂഷൻ ആണ്. അപ്പോൾ അന്ന് നമ്മൾ ഫ്രൈഡേ വ്ളോഗാണല്ലോ കാണിച്ചിരുന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷമുള്ള വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ വെക്കേഷൻ സമയത്ത് വീട്ടമ്മമാർക്ക് എങ്ങനെ പ്രൊഡക്റ്റീവ് ആവാം എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതേ ഉച്ചയ്ക്ക് ശേഷം ഞാൻ കുറച്ച് ജോലികളൊക്കെ രാവിലെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉച്ചയ്ക്ക് ശേഷം കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനാണെങ്കിൽ എപ്പോഴും കറിവേപ്പില ഇതുപോലെ ഒന്ന് നല്ലോണം കഴുകിയിട്ട് ഉണക്കിയിട്ട് മാത്രമാണ് നമ്മുടെ ബോക്സിലോട്ട് വെക്കുകയുള്ളൂ കേട്ടോ. കാരണം നമ്മൾ ഈ സെപ്റ്റോന്നൊക്കെ മേടിക്കുന്ന ഈ കറിവേപ്പിലയ്ക്കകത്ത് ചിലതിലൊക്കെ നല്ലോണം മണ്ണ് കാണും. മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്നതും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇടയ്ക്കൊരു സഹോദരി ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇതെങ്ങനെയാണ് ക്ലീൻ ചെയ്തിട്ടാണോ വെക്കുന്നത് അല്ലാതെയാണോ വെക്കുന്നത്. ഞാൻ ഇടയ്ക്കും ഒരു വ്ളോഗിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. എന്നാലും പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞതാണ് കേട്ടോ. അപ്പം നല്ലോണം കഴുകിയിട്ട് ഒന്ന് തോരാനായിട്ട് നമ്മളൊരു തുണിയിലോട്ട് വിരിച്ചിട്ടിരുന്നാൽ മതി. അത് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് ഉണങ്ങിയിട്ട് നമ്മൾ ഒരു ബോക്സിലിട്ട് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ നല്ല വൃത്തിയായിട്ട് ഇരിക്കും. ഇപ്പോഴും നാട്ടിലൊക്കെ വെക്കേഷൻ ആയല്ലേ. അപ്പോൾ നാട്ടിലത്തെ കുട്ടികൾക്കൊക്കെ സ്കൂളൊക്കെ അടച്ചിട്ട് നിൽക്കുന്ന സമയമാണല്ലോ. ഇപ്പോൾ ഇവിടെ നമുക്ക് ചെന്നൈയിൽ ഏപ്രിൽ മാസം ലാസ്റ്റ് വരെ എക്സാം ഉണ്ട്. ഏപ്രിൽ പകുതിയോട് കൂടിയാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. മെയ് മാസം ഒരു മാസത്തെ വെക്കേഷൻ മാത്രമാണ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങളുടെയൊക്കെ മക്കൾക്ക് സ്കൂൾ അടച്ചോ, നിങ്ങൾക്ക് എവിടെയാണ് താമസിക്കുന്നത് എനിക്ക് അറിയത്തില്ല. അപ്പോൾ ചെന്നൈയിലുള്ളവരുടെ മക്കൾക്കാണെങ്കിൽ എന്തായാലും സ്കൂൾ അടച്ചു കാണത്തില്ല. ഇവിടെ ആമി ആണെങ്കിൽ സ്റ്റേറ്റ് സിലബസ് ആയതുകൊണ്ടാണ് കേട്ടോ ഇത്രയും ലേറ്റ്. എനിക്ക് തോന്നുന്നു CBSEക്കൊക്കെ എക്സാം ഒക്കെ ഓൾറെഡി കഴിഞ്ഞു എന്നാണ് തോന്നുന്നത്. അപ്പോൾ നിങ്ങളുടെ മക്കൾക്കൊക്കെ എക്സാം നടക്കുവാണോ അതോ വെക്കേഷൻ ആണോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കൂ. പിന്നെ ഈ വർഷം പുതുതായിട്ട് സ്കൂളിൽ ജോയിൻ ചെയ്യാൻ പോകുന്ന കുഞ്ഞു മക്കളുള്ള അമ്മമാരൊക്കെ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ. കഴിഞ്ഞ പ്രാവശ്യം 1-2 പേരുടെ കുഞ്ഞു മക്കളൊക്കെ പുതുതായിട്ട് സ്കൂളിൽ നഴ്സറിലൊക്കെ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് കമന്റ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ എന്തായാലും പുതുതായിട്ട് നമ്മുടെ ചാനലിലേക്ക് വന്നിട്ടുള്ള പുതിയ അമ്മമാരെയൊക്കെ ഞാൻ നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം ചെയ്യുവാണ്. ഇപ്പൊ റീസെന്റ് ആയിട്ട് കുറച്ച് പുതിയ ആൾക്കാരൊക്കെ നമുക്ക് കമന്റ് ഒക്കെ അയക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഇഷ്ടമായി എന്നൊക്കെ അറിഞ്ഞതിൽ. ഞാനിപ്പോൾ ആരുടെയും പേര് നോട്ട് ചെയ്ത് വെച്ചിട്ടില്ല കേട്ടോ, അതുകൊണ്ടാണ് ആരുടെയും പേര് മെൻഷൻ ചെയ്യാത്തത്. അപ്പൊ കഴിഞ്ഞ ദിവസം റീന മോൾ എന്ന് പറഞ്ഞിട്ടൊരു സഹോദരി എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കമന്റ് അയക്കാറുണ്ട്. നല്ല ലോങ് ആയിട്ടുള്ള കമന്റുകൾ അയക്കുന്ന ഒരാളാണ്. അപ്പോൾ എന്റെ വീഡിയോസ് ഒക്കെ നേരത്തെ കാണുന്ന ഒരാളാണ് കേട്ടോ. അപ്പം വീഡിയോസൊക്കെ ഒരുപാട് ഇഷ്ടമാണെന്നും എന്നെ സ്വന്തം ഒരു സഹോദരിയെ പോലെ അല്ലെങ്കിൽ കൂട്ടുകാരിയെ പോലെയൊക്കെയാണ് കാണുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരിക്കൽ ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പുള്ളിക്കാരി തന്നെയാണ് കഴിഞ്ഞ ദിവസം എനിക്ക് കമന്റ് ഇട്ടിരുന്നത്. അപ്പോൾ മോൾക്ക് വെക്കേഷൻ ആയി, അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു റുട്ടീൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് നമ്മുടെ വീഡിയോസ് കണ്ടിട്ടെന്ന്. അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്കും എനിക്ക് തോന്നി എന്തായാലും വെക്കേഷൻ പ്രമാണിച്ച് നമ്മൾ വീട്ടമ്മമാർക്ക് എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു റുട്ടീൻ ഞാൻ ഇതിലൂടെ ഷെയർ ചെയ്യാമെന്ന് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ട് റുട്ടീനൊക്കെ സ്റ്റാർട്ട് ചെയ്തു എന്ന് അറിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അങ്ങനെ കമന്റ് അറിയിച്ച റീന മോൾ എന്നറിയുന്ന സഹോദരിയോട് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. പിന്നെ സ്നേഹമൊക്കെ നമ്മുടെ കമന്റ് ബോക്സ് വഴി പങ്കുവെച്ചതിലും ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾ വീട്ടമ്മമാർക്ക് ഒരിക്കലും റെസ്റ്റ് കിട്ടത്തില്ല എന്നറിയാലോ. എത്രയൊക്കെ തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാലും എത്രയൊക്കെ വെക്കേഷൻ വന്നു എന്ന് പറഞ്ഞാലും നമ്മുടെ അടുക്കളയ്ക്ക് ഒരു വെക്കേഷൻ കാണത്തില്ല അല്ലേ. അപ്പോൾ നമ്മൾ വീട്ടമ്മമാർക്ക് എന്തായാലും ഈ ഒരു 2 മാസത്തെ സമയം, നാട്ടിലാണെങ്കിൽ 2 മാസം, ഇപ്പോൾ നമുക്കിവിടെ ആണെങ്കിൽ 1 മാസം, ഈ ഒരു വെക്കേഷൻ സമയം എന്ന് പറയുന്നത് നന്നായിട്ട് ഉറങ്ങാനും നല്ലപോലെ മടി പിടിച്ചിരിക്കാനൊക്കെ കിട്ടുന്നൊരു നല്ലൊരു അവസരമായിരിക്കും അല്ലേ. അപ്പം എല്ലാ വീട്ടമ്മമാരും അങ്ങനെ വേണമെന്ന് അറിയാം. ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. പക്ഷെ കഴിഞ്ഞ വർഷം മുതൽ ഞാനൊരു തീരുമാനം എടുത്തു, എന്തായാലും വെക്കേഷൻ സമയത്ത് നന്നായിട്ട് തന്നെ പ്രൊഡക്റ്റീവ് ആവണം എന്നുള്ളത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വെക്കേഷൻ സമയത്ത് നമ്മൾ മടി പിടിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, ഈ സ്കൂൾ തുറക്കുന്ന സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടും ഈ രാവിലെ എഴുന്നേക്കുന്ന ഒരു മടിയുണ്ടല്ലോ, അത് നമ്മൾ ഈ വെക്കേഷൻ സമയത്ത് തുടർന്ന് കഴിഞ്ഞാൽ പിന്നെ സ്കൂൾ തുറക്കുന്ന സമയത്ത് നല്ലോണം പണിയാവും. അപ്പോൾ അതെനിക്ക് കഴിഞ്ഞ പ്രാവശ്യം, അതിൻ്റെ മുന്നത്തെ പ്രാവശ്യം എനിക്ക് ഭയങ്കരമായിട്ട് അത് ഫീൽ ചെയ്തതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം തൊട്ട് ഞാൻ എന്തായാലും വെക്കേഷൻ സമയത്തും പതിവ് പോലെ തന്നെ 6 മണിക്ക് എഴുന്നേക്കും, ജോലികളൊക്കെ രാവിലെ ചെയ്തു വെക്കും. പിന്നെ ഈ മെയ് മാസം എന്നൊക്കെ പറയുന്നത് നമ്മുടെ ചെന്നൈയിൽ ഒരുപാട് ചൂടാണ്, നമുക്ക് കിച്ചണിൽ നിന്ന് ജോലികൾ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ അറിയാലോ, മക്കൾ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു കാര്യങ്ങളും നടക്കത്തില്ല. അപ്പോൾ അവരുടെ കൂടെയും നമ്മൾ സമയം സ്പെൻഡ് ചെയ്യേണ്ടി
ചെയ്യേണ്ടി വരും, ചിലപ്പോൾ പുറത്തു പോയേണ്ടി വരും, പല യാത്രകൾ വരും. അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ നമുക്ക് ഈ കൂടുതലും പുറത്തുനിന്നുള്ള ഭക്ഷണം കഴിക്കേണ്ടി വരും അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്കൊരു കുറ്റബോധം ഇല്ലാതെ നമ്മൾ വീട്ടിലൊന്നും ചെയ്യുന്നില്ല വെറുതെ ഇരിക്കുകയാണെന്നുള്ളൊരു കുറ്റബോധം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ എന്ന് പറയുന്നത്. അപ്പം ഞാൻ പതിവ് പോലെ തന്നെ എല്ലാ ദിവസത്തെയും പോലെ രാവിലെ എഴുന്നേക്കും. അപ്പോൾ എൻ്റെ കിച്ചണിലെ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്ത് വെക്കും. അതായത് കുക്കിംഗ് ഒക്കെ ഒരു 8 മണിയോടുകൂടി തന്നെ രാവിലത്തെ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ റെഡിയാക്കും. പിന്നെ സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ മക്കളോടൊപ്പം നമ്മൾ കിടന്ന് ഉറങ്ങുമ്പോഴാണ് ഏറ്റവും വലിയ പ്രശ്നം. അതുപോലെ തന്നെ മീൽ പ്രിപ്പും മീൽ പ്ലാനിങ്ങും ഒക്കെ നമ്മൾ ചെയ്ത് വെക്കണം കേട്ടോ. ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. വെക്കേഷൻ സമയമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് മടി പിടിച്ചിരിക്കത്തില്ല. പിന്നെ നമുക്ക് സ്വാഭാവികമായിട്ടും മടി ഉണ്ടാവുമല്ലേ അസുഖങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ. അപ്പോൾ ചിലർ അങ്ങനെ ആയിരിക്കില്ല, ഒരു അസുഖം ഒന്നും കാണത്തില്ല, പക്ഷേ വെറുതെ ഇരുന്ന് മടിയാണെന്ന് പറഞ്ഞിട്ട് ഒരു ജോലിയും ചെയ്യാതെ വെറുതെ സമയം കളഞ്ഞ് ഫോണിലും ടിവിയിലും അങ്ങനെയൊക്കെ സമയം കളയുന്ന കുറേ ആളുകളും എനിക്ക് നേരിട്ട് പരിചയമുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ നമ്മുടെ ഈ ഒരു ദിവസമൊക്കെ ഇങ്ങനെ അലസതയോടുകൂടി കളയാതെ നമ്മൾ എല്ലാ ദിവസവും മാക്സിമം പ്രൊഡക്റ്റീവ് ആവുക. അതിനോടൊപ്പം തന്നെ നമുക്ക് വേണ്ടിയിട്ടും സമയം സ്പെൻഡ് ചെയ്യുക. മക്കളെ ആണെങ്കിലും നമ്മുടെ ചെറിയ ചെറിയ വീട്ടുജോലികളിൽ ഉൾപ്പെടുത്തുക. തീരെ കുഞ്ഞു മക്കളാണെങ്കിൽ പോലും പറഞ്ഞാൽ മനസ്സിലാവുന്നൊരു പ്രായമൊക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ, ഇപ്പോൾ ആമിയുടെയൊക്കെ ഏജൊക്കെ ആണെങ്കിൽ അവൾക്കൊരു 8 വയസ്സാവും ഈ ഒരു മെയ് മാസം ആകുമ്പോഴത്തേക്ക്. അപ്പോൾ അവൾക്ക് കുറച്ചും കൂടി അറിയാറായിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു സമയത്ത് അവളോട് പറഞ്ഞാൽ അവൾക്ക് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അവളെ കൊണ്ട് ചെറിയ ചെറിയ ജോലികൾ ചെയ്യിപ്പിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കി കാര്യം സംസാരിക്കാം. ഇതിനിടയിൽ തന്നെ നമുക്കൊരു പാഴ്സൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് മീഷോയിൽ നിന്ന് എടുത്തിട്ടുള്ള ബ്രേസ്ലെറ്റുകളാണ്. അപ്പോൾ ഇത് ആമിക്ക് വേണ്ടിയിട്ടാണ് മേടിച്ചത്. പക്ഷേ നോക്കിയപ്പോഴത്തേക്ക് അവൾക്ക് കുറച്ച് ലൂസാണ്, എൻ്റെ കൈക്കാണിത് പാകമായിട്ടുള്ളത്. അപ്പോൾ ഇത് ബ്രേസ്ലെറ്റും ചെയിനും കൂടി വരുന്നൊരു മോഡലാണ്. ചെയിനാണെങ്കിൽ നല്ല സിമ്പിൾ ചെയിനാണ്. ആ ബ്രേസ്ലെറ്റിൽ കൊടുത്തേക്കുന്ന അതേ ഡിസൈനിലുള്ളൊരു ലോക്കറ്റ് തന്നെയാണ് ചെയിനിലും വരുന്നത്. അപ്പം മക്കൾക്കൊക്കെ ജീൻസിൻ്റെ കൂടെയൊക്കെ ഇടാനായിട്ട് നല്ലതാണ് കേട്ടോ. പക്ഷേ ഈ ചെയിനിനൊരു പ്രശ്നമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് മിക്കവാറും കളർ പോകുമായിരിക്കും. അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്താൽ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിത് ഓഫർ പോയിരുന്ന സമയത്താണ് മേടിച്ചത്. പക്ഷേ ബ്രേസ്ലെറ്റ് നല്ലതാണ്, നല്ല തിക്നെസ് ഉള്ള നല്ല മുത്തുകളാണ് കേട്ടോ. നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ്. അപ്പോൾ മീഷോ എന്നാണ് ഞാനിത് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ ഈ കാണിക്കുന്ന പ്രോഡക്റ്റുകളൊന്നും പെയ്ഡ് പ്രൊമോഷനോ വേണ്ടിയിട്ടോ ഒന്നും അല്ല കേട്ടോ. ഞാൻ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് മേടിക്കുന്ന കാര്യങ്ങൾ നിങ്ങളെ കൂടി കാണിക്കുന്നതേ ഉള്ളൂ. പണ്ടേ ഞാനിതൊക്കെ ചെയ്യാറുള്ളതാണ് കേട്ടോ. അപ്പം നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ മേടിച്ചോളൂ. നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം വാങ്ങിയാൽ മതി കേട്ടോ. അപ്പോൾ ചിലരൊക്കെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് നമ്മൾ മേടിക്കുന്ന പ്രോഡക്റ്റ്സ് ഒക്കെ മേടിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി ചോദിച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ കയ്യിൽ കിടക്കുന്ന ഒരു ഈവിളയുടെ ബ്രേസ്ലെറ്റ് എവിടെ നിന്നാണ് മേടിച്ചത്. അപ്പം ഞങ്ങളത് ഇവിടെ മാളിൽ പോയപ്പോഴത്തേക്കും അവിടെ നിന്ന് കസ്റ്റമൈസ് ചെയ്ത് മേടിച്ചാണ് കേട്ടോ. ഇവിടുത്തെ ചെന്നൈയിലെ സ്പെൻസർ മാളിൽ നിന്നാണ് മേടിച്ചത്. പിന്നെ അത് ഈ ഒരു ബെഡ്ഷീറ്റ് മേടിച്ചിട്ടുണ്ട്. ഇത് ഞാൻ കിങ് സൈസിലുള്ളതാണ് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പം 284 രൂപയ്ക്കാണ് ഞാൻ അന്ന് മേടിച്ചത്. ഇനിയിപ്പോൾ ഓഫർ വരുന്ന സമയത്ത് ഇതിലും കുറച്ച് കിട്ടും. അപ്പോൾ ഇത് നല്ലൊരു മെറ്റീരിയലാണ്. ഇതൊരു ഗ്ലേസ് കോട്ടൺ മെറ്റീരിയലാണ്. ഗ്ലേസ് കോട്ടൺ എന്ന് പറയുമ്പോഴത്തേക്കും നന്നായിട്ട് കഴുകി കഴിഞ്ഞാൽ നല്ല സ്പോഞ്ച് പോലെ ഇരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ചൂട് സമയത്തൊക്കെ നമുക്ക് കട്ടിലിൽ വിരിച്ച് കിടക്കാനൊക്കെ നല്ലതാണ്. ബെഡ്ഷീറ്റായിട്ട് യൂസ് ചെയ്യാനും കൊള്ളാം, അതുപോലെ തന്നെ ബെഡിൽ വിരിച്ചിടാനും കൊള്ളാം കേട്ടോ. എനിക്കിത് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ട് എടുത്തൊരു കളറാണ്. കാരണം ലൈറ്റ് കളറാണല്ലോ, വീടിന് നല്ലൊരു ആസ്തെറ്റിക് ലുക്കും കിട്ടും. നല്ലൊരു സ്പോഞ്ച് പോലത്തെ ഒരു തുണിയാണ് കേട്ടോ. അപ്പോൾ റേറ്റ് നല്ല അഫോർഡബിൾ ആയിട്ട് തോന്നി, അതുകൊണ്ടാണ് എടുത്തത്. പിന്നെ ഇത് ഈ ഒരു കുർത്തി എടുത്തിട്ടുണ്ട്. ഇത് ഞാനൊരു ടോപ്പായിട്ടാണ് എടുത്തത് കേട്ടോ. അപ്പോൾ ഇതേ സാധനം തന്നെ ഫ്ലിപ്കാർട്ടിലും കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മേടിച്ചപ്പോൾ 300-ന് മേലെയാണ് ആയത് കേട്ടോ. 317 320 ആണ് ആയത്. ഞാൻ സ്ക്രീനിൽ റേറ്റ് കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾ മേടിക്കുമ്പോൾ റേറ്റ് കുറച്ച് കൂടുതലായിരിക്കും, ചിലപ്പോൾ കുറവായിരിക്കും. അപ്പോൾ ഇതൊരു റയോൺ മെറ്റീരിയൽ ആണ്. ഞാൻ എക്സൽ സൈസാണ് എപ്പോഴും എടുക്കുന്നത്. എനിക്ക് മീഷോയിൽ നിന്നുള്ള ഡ്രസ്സ് എടുക്കുമ്പോൾ എക്സൽ എടുത്താൽ കറക്റ്റ് ആയിരിക്കും. പിന്നെ സൈഡൊന്നും ഇത് അടിക്കേണ്ടി വന്നിട്ടില്ല, കാരണം ഞാൻ എപ്പോഴും കഴുകിയിട്ടാണ് ഇടുന്നത് ഈ മീഷോയിൽ നിന്ന് എടുക്കുന്ന സാധനങ്ങളൊക്കെ. അപ്പോൾ ബെഡ്ഷീറ്റ്
ആണെങ്കിലും ഒക്കെ അങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. കഴിഞ്ഞ ദിവസവും ഞാൻ 2 ബെഡ്ഷീറ്റിൻ്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ. ആ 2 ബെഡ്ഷീറ്റും കഴുകിയിട്ടിട്ടുണ്ട്. കഴുകിയതിന് ശേഷം കളറൊന്നും പോയിട്ടില്ല. അത്യാവശ്യം നല്ലതായിട്ട് തന്നെ ഇരിപ്പുണ്ട് കേട്ടോ. അതിലൊരു ബെഡ്ഷീറ്റാണ് ഞാൻ ഇന്നിപ്പോൾ വിരിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ബെഡ് കിങ് സൈസ് ആണ്, ഇപ്പോൾ ക്യൂൻ സൈസ് ആണ്, പക്ഷെ ഞാൻ കിങ് സൈസിലുള്ള ബെഡ്ഷീറ്റാണ് മേടിച്ചേക്കുന്നത്. അപ്പോൾ അത് കറക്റ്റായിട്ട് നമുക്ക് എല്ലാ മൂലയ്ക്കും കറക്റ്റായിട്ട് ഫിക്സ് ചെയ്ത് വെക്കാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ. 2 പില്ലോ കവറും കൂടിയാണ് കിട്ടുന്നത്. പിന്നെ ഇന്ന് ഞാൻ അൺബോക്സ് ചെയ്തിട്ടുള്ള ബെഡ്ഷീറ്റ് എപ്പോഴെങ്കിലും വിരിക്കുന്ന സമയത്ത് കാണിച്ചു തരാമേ. അപ്പോൾ അതേ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചിട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു വന്ന ടോപ്പിക്കിലോട്ട് പോകാം. മക്കളുടെ പേരും പറഞ്ഞിട്ട് നമ്മളിങ്ങനെ മടി പിടിച്ചിരിക്കുന്ന സമയത്ത് നല്ലപോലെ നമുക്ക് പണി കിട്ടും അല്ലേ. അപ്പം ഈ ഒരു വെക്കേഷൻ സമയത്ത് മാക്സിമം നമ്മളും പ്രൊഡക്റ്റീവ് ആവുക. പിന്നെ ഈ ചൂട് സമയം ആയതുകൊണ്ട് തന്നെ നല്ല ക്ഷീണവും മടിയൊക്കെ ആയിരിക്കുമല്ലോ നമുക്ക് ജോലി ചെയ്യാനൊക്കെ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളും പ്ലാൻ ചെയ്യുക കേട്ടോ. പിന്നെ എപ്പോഴും വീട്ടുപണി മാത്രം ചെയ്തുകൊണ്ടിരിക്കണമെന്നില്ല. കുറേയൊക്കെ നമ്മളിങ്ങനെ റെസ്റ്റൊക്കെ എടുത്ത് മക്കളോടൊപ്പം ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് പുറത്ത് പോകുന്നവരാണെങ്കിൽ അങ്ങനെയൊക്കെ ഒന്ന് പോയി അങ്ങനെയൊക്കെ ഒന്ന് ടൈം സ്പെൻഡ് ചെയ്യട്ടെ. ഇപ്പം നിങ്ങൾക്ക് പുറത്ത് പോകാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ, അങ്ങനെ പോകുന്ന പതിവൊന്നും ഇല്ലാത്തവരാണെങ്കിൽ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ചെയ്യുക. മക്കളോടൊപ്പം ഇരുന്ന് ചെയ്താൽ അത്രയും നല്ലത്. ചെറിയ പെയിൻറ്റിങ്ങോ അല്ലെങ്കിൽ ചെറിയ ചെറിയ ക്രാഫ്റ്റ് വർക്കുകളോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതൊക്കെ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെ എഴുന്നേറ്റാലേ പറ്റത്തുള്ളൂ അല്ലേ. ഇപ്പോൾ ഒരു 6 മണിക്കെങ്കിലും മിനിമം എഴുന്നേറ്റ് കഴിഞ്ഞാലാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ളൊരു സമയം കിട്ടുന്നത്. അതുപോലെ തന്നെ നല്ലപോലെ റെസ്റ്റ് എടുക്കുകയും വേണം. ഒരുപാട് അങ്ങനെ ജോലി മാത്രം ചെയ്തുകൊണ്ടൊന്നും ഇരിക്കേണ്ട കാര്യമില്ല അല്ലേ. അതേസമയം തന്നെ നമ്മൾ മക്കളെ ശ്രദ്ധിക്കണം. പിന്നെ മിക്കവാറും എല്ലാ മാതാപിതാക്കളും മക്കളെ വെക്കേഷൻ സമയമാകുമ്പോഴത്തേക്കും എന്തെങ്കിലും ഒരു കോഴ്സ് പഠിക്കാനൊക്കെ വിടും, അല്ലെങ്കിൽ ഡാൻസോ പാട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വിടുമല്ലേ. പക്ഷെ ഞങ്ങൾ ആമി അങ്ങനെയൊന്നും വിട്ടിട്ടില്ല കേട്ടോ. ഇതുവരെയും അങ്ങനെ ചെയ്തിട്ടില്ല. അതിന്റെ റീസൺ വേറൊന്നും അല്ല, അവൾക്ക് സ്കൂളിൽ തന്നെ സ്കൂളിന്റെ സമയത്ത് തന്നെ അവർക്ക് അവിടെ സ്കൂളിൽ അഡീഷണലായിട്ട് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവൾ കരാട്ടേക്കൊക്കെ ജോയിൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ എന്തെങ്കിലും വെക്കേഷൻ സമയത്തും കൂടി ഒരുപാട് ഫോഴ്സ് ചെയ്ത് അവൾക്ക് അത്രയും ഒരു പ്രഷർ കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അവളെ അങ്ങനെ അധികം മറ്റു കാര്യങ്ങൾക്കൊന്നും വെക്കേഷൻ സമയത്ത് വിടത്തില്ല. പിന്നെ ഞങ്ങൾ യാത്രകളൊക്കെ പോകാറുണ്ട് കേട്ടോ വെക്കേഷൻ സമയത്ത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ഒരു രീതി. അപ്പോൾ നിങ്ങളുടെ രീതി എന്താണെന്ന് നോക്കിയിട്ട് അതനുസരിച്ച് ചെയ്തോളൂ. എന്ത് തന്നെയാണെങ്കിലും നമ്മൾ വീട്ടമ്മമാർ ഈ ഒരു സമയവും പ്രൊഡക്റ്റീവ് ആവുക. അതുപോലെ തന്നെ മീൽ പ്രിപ്പ്, മീൽ പ്ലാനിങ്, ചെറിയ ചെറിയ രീതിയിലുള്ള എക്സസൈസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക. അപ്പം ഞാൻ ഇന്ന് കുറേ ജോലികൾ ഇതിനിടയിൽ തന്നെ ചെയ്ത് കാണിക്കുന്നുണ്ട്. തുണി മടക്കാനായിട്ട് കുറേ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല മടിയാണ് ഇപ്പോൾ തുണി മടക്കാനായിട്ട്. അല്ലെങ്കിൽ തന്നെ മടിയാണ് എനിക്ക്. പാത്രം കഴുകാനും തുണി മടക്കാനും ഒക്കെ ഭയങ്കര മടിയുള്ള ഒരാളാണ്. ഞാനിപ്പോൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടി വിയിൽ എന്തെങ്കിലും ഒരു സിനിമ ഓൺ ചെയ്ത് വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാട്ടൊക്കെ ഓൺ ചെയ്ത് വെച്ചിട്ട് തുണിയൊക്കെ മടക്കാനായിട്ട് ഇരിക്കും കേട്ടോ. അത്യാവശ്യം നല്ല ചൂടാണ് വീടിനുള്ളിൽ. ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്നത് പോലും രാത്രിയാണ് കേട്ടോ. അപ്പം ഈ റൂമൊക്കെ അടച്ചിട്ടിരുന്നിട്ട് ഫാനൊക്കെ ഓഫ് ചെയ്തിട്ടിട്ടാണ് ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നല്ല ചൂടാണ്. അപ്പം നല്ലോണം വിയർത്ത് ഒഴുകുന്നുണ്ട്. അപ്പം ഞാൻ AC ഒക്കെ ഇട്ടിട്ട് ഇരിക്കുകയാണെങ്കിൽ അതിൻ്റെ കാറ്റിൻ്റെ സൗണ്ട് കൊണ്ട് കേൾക്കാനും പറ്റത്തില്ല, ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും. അപ്പം എന്നോട് ഒരിക്കൽ ആരോ ചോദിച്ചിരുന്നു ഞാൻ എങ്ങനെയാണ് വോയിസ് ഓവർ ചെയ്യുന്നതെന്ന്. അപ്പം മൈക്ക് യൂസ് ചെയ്യാറുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ മൈക്കൊന്നും യൂസ് ചെയ്യത്തില്ല. നമ്മുടെ ചെറിയ റൂമിനകത്ത് കയറി ഇരുന്നിട്ട് ഞാൻ ഈ തുണി മടക്കുന്ന റൂമുണ്ടല്ലോ ഇവിടെ കയറി ഇരുന്നിട്ട് ഈ ഡോർ അങ്ങ് അടച്ചിട്ടേക്കും. എന്നിട്ട് ഡയറക്റ്റായിട്ട് ഫോണിൽ നോക്കിയിട്ടാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്. അല്ലാതെ എനിക്ക് ഹെഡ്സെറ്റും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ, ഈ മൈക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഞാനിതുവരെ അത് യൂസ് ചെയ്തിട്ടൊന്നുമില്ല. ഒരിക്കൽ ഒരു മൈക്ക് മേടിച്ചിട്ട് എനിക്കത് നോയിസ് ക്യാൻസലേഷൻ കിട്ടാത്ത കാരണം കൊണ്ട് ഞാൻ പിന്നെ അത് യൂസ് ചെയ്യുന്നില്ല കേട്ടോ. സാധാരണ പോലെ തന്നെയാണ് ഫോണിൽ നോക്കിയാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കണ്ണിനും ചെറിയൊരു പ്രശ്നമുണ്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഫോണിൽ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോഴത്തേക്കും. അപ്പോൾ അതെ ഈ ഹസ്ബൻഡിൻ്റെ ഡ്രസ്സുകൾ വെക്കുന്ന ഈ ഒരു ഷെൽഫ് ഞാനിന്ന് എന്തായാലും എല്ലാം ഒന്ന് ഒതുക്കി വെക്കുന്നുണ്ട് കേട്ടോ. ഹസ്ബൻഡ് എന്നോട് പ്രത്യേകം പറഞ്ഞതാണ്, ഹസ്ബൻഡ് തന്നെ അത് ക്ലീൻ ചെയ്ത് എല്ലാം നീറ്റാക്കി വെച്ചോളാന്ന്. അപ്പം ഞാൻ ഓർത്തു എന്തായാലും വെറുതെ ഇരിക്കുമല്ലേ, ഇനിയിപ്പോൾ സമയം ഒരുപാടുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ തന്നെയാണ് എല്ലാ തുണികളും എടുത്ത് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് ദിവസമൊക്കെ ഇങ്ങനെ ഇരിക്കത്തുള്ളൂ കേട്ടോ. കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും വീണ്ടും പഴയപടിയാവും. എന്നാലും സാരമില്ല, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ എൻഗേജ്ഡ് ആയി എന്നുള്ളൊരു സമാധാനം ഉണ്ടല്ലോ. അങ്ങനെയൊക്കെയാണ് ഞാൻ ചിന്തിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഉച്ചയ്ക്ക് കഴുകി ഉണക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്ന കറിവേപ്പില അത്യാവശ്യം നല്ലോണം ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് വെള്ളത്തിൻ്റെ ഈർപ്പം ഒന്നുമില്ല. 2-3 തവണ ഞാനിത് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ടിട്ട് എല്ലാ ഭാഗത്തുമുള്ള വെള്ളത്തിൻ്റെ ഈർപ്പം പോകുന്ന രീതിയിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ട് കൊടുത്തു. അപ്പോൾ നന്നായിട്ട് കഴുകി വാരി വെച്ചതിന് ശേഷം നന്നായിട്ട് വെള്ളത്തിൻ്റെ ഈർപ്പം പോയതിന് ശേഷം നമ്മളിത് ഈ ഒരു ബോക്സിലോട്ടേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പം ബോക്സിനകത്ത് ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുക്കണം. എന്നിട്ട് വേണം വെക്കാനായിട്ട്. ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പേപ്പർ വെച്ചാൽ മതി കേട്ടോ. ഇല്ലെങ്കിൽ ഒരു കോട്ടൺ തുണി എടുത്ത് വെച്ചാലും മതി. എന്നിട്ട് ഇങ്ങനെ അടച്ചു
വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ എത്ര നാൾ വേണമെങ്കിലും നമ്മുടെ കറിവേപ്പില കേടാവാതിരിക്കും. അതുപോലെ തന്നെ മല്ലിയില, പുതിനയില ഇതൊക്കെ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ വെജിറ്റബിൾസ് മേടിച്ചൊരു ദിവസമാണ്. ഹസ്ബൻഡാണ് പോയി മേടിച്ചുകൊണ്ട് വന്നത് മാർക്കറ്റിൽ നിന്ന്. അപ്പം എല്ലാം മേടിച്ചുകൊണ്ട് വന്നതിന് ശേഷം എന്തായാലും കൈയോടെ തന്നെ എടുത്തൊന്ന് നമ്മുടെ ഫ്രിഡ്ജിലോട്ട് വെക്കുന്നുണ്ട്. അപ്പം ഞാനാണെങ്കിൽ മുന്നേയൊക്കെ ആണെങ്കിൽ പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ വെജിറ്റബിൾസ് വന്ന പാടെ തന്നെ നല്ലോണം വെള്ളത്തിലിട്ട് കഴുകി അത് നന്നായിട്ട് തോരാനായിട്ടൊക്കെ വെച്ചിട്ട് വെള്ളത്തിൻ്റെ ഈർപ്പമൊക്കെ പോയതിന് ശേഷം മാത്രമായിരുന്നു ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അങ്ങനെ ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഉണ്ടല്ലോ പച്ചക്കറികളെല്ലാം പെട്ടെന്ന് തന്നെ അഴുകി പോകുന്നുണ്ട്, പെട്ടെന്ന് കേടാവുന്നത് പോലെ എനിക്ക് തോന്നി. അപ്പോൾ അതിന് ശേഷം ഞാൻ എന്തായാലും ഡയറക്റ്റായിട്ട് തന്നെ കഴുകി ഉണക്കിയൊന്നും വെക്കത്തില്ല. വെള്ളത്തിൻ്റെ ഈർപ്പം ഇല്ലെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അഴുകി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഡയറക്റ്റായിട്ട് കൊണ്ടുവന്ന് ഫ്രിഡ്ജിലോട്ട് ബോക്സുകളിലാക്കി വെക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് നല്ലോണം കഴുകി ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ പച്ചക്കറികളൊക്കെ കൈയോടെ എടുത്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിലേ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നീട് എല്ലാം കൂടി മിക്സ് ചെയ്തൊക്കെ കിടക്കും. പിന്നെ ഇങ്ങനെ മാറ്റി വെക്കുമ്പോഴത്തേക്കുള്ളൊരു ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ നമുക്ക് എല്ലാം നല്ല വൃത്തിയായിട്ട് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഏതൊക്കെ ബോക്സിൽ ഏതൊക്കെ പച്ചക്കറികളാണ് ഇരിക്കുന്നത്, എന്തൊക്കെ മെനു നമുക്ക് ചെയ്യാം, അതൊക്കെ നമുക്ക് ഒരു ഐഡിയ കിട്ടുമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഇത്തവണ ക്യാപ്സിക്കം കുറച്ച് അധികം തന്നെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഹസ്ബൻഡിന് ക്യാപ്സിക്കം കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ക്യാപ്സിക്കം ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് കുറേ ഗുണങ്ങളൊക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ കിഡ്നിയുടെ ഫംഗ്ഷനൊക്കെ നല്ലതാണ്, GFR ലെവൽ ഇൻക്രീസ് ചെയ്യുമെന്നൊക്കെയാണ് ഹസ്ബൻഡ് എനിക്ക് പറഞ്ഞു തന്നത് കേട്ടോ. അതുപോലെ തന്നെ വൈറ്റമിൻ C കൂടുതലാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ക്യാപ്സിക്കം മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലൊരു മെഴുക്ക് വരട്ടിയുടെ റെസിപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. വരുന്ന വ്ളോഗിൽ ഞാനത് കാണിക്കാം കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ വെജിറ്റബിൾ ബോക്സിനകത്ത് വെക്കേണ്ടുന്ന വെജിറ്റബിൾസ് ഒക്കെ എല്ലാം കൂടി ഒരു കവറിനകത്തോട്ടേക്ക് കെട്ടി വെച്ചിട്ട് വെക്കുവാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ അവിടെ ഒരു സൈഡിൽ നടക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ വെജിറ്റബിൾസ് ഒക്കെ വെക്കുന്നത്. അപ്പം നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ? ഇങ്ങനെയാണോ വെജിറ്റബിൾസ് ഒക്കെ വെക്കുന്നത്? ഇനിയിപ്പോൾ വെജിറ്റബിൾസ് കേടാവാതിരിക്കാനായിട്ട് എന്തെങ്കിലും വഴികളുണ്ടോ? ഇതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കേട്ടോ, മറക്കരുത്. പിന്നെ കഴിഞ്ഞ ദിവസം മൺചട്ടി മൈക്കൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് കണ്ടിട്ട് 1-2 പേര് കമൻസൊക്കെ അറിയിച്ചിരുന്നു മൺചട്ടി നല്ലതായിട്ട് തന്നെ സീസൺ ചെയ്ത് എടുത്തിട്ടുണ്ട് എന്നൊക്കെ. അപ്പോൾ ഇന്ന് ഞാൻ ആ ചട്ടിയിൽ തന്നെയാണ് ചീര തോരൻ വെച്ചത്, മുരിങ്ങയില തോരൻ വെച്ചത്. 2-3 ദിവസം വെജിറ്റേറിയൻ അതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി ഒന്ന് മയപ്പെട്ട് കിട്ടും. അപ്പോൾ നല്ലതായിട്ട് നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. പിന്നെ ഇന്നാണെങ്കിൽ കുറേ തേങ്ങ ഞാൻ ചിരകി വെച്ചൊരു ദിവസമാണ് കേട്ടോ. ഞാൻ അങ്ങനെ ചെയ്യത്തില്ല. അപ്പോൾ ഇന്ന് എന്തായാലും കുറേ തേങ്ങ 2-3 തേങ്ങ ഒരുമിച്ച് 2 ആണെന്ന് തോന്നുന്നു കേട്ടോ, നേരത്തെ കാണിച്ചിരുന്നല്ലോ. അപ്പോൾ കുറേ തേങ്ങ അങ്ങനെ ഒരുമിച്ച് ചിരകി ഞാൻ ആദ്യം കൊണ്ടുവന്ന് ഒരു ബോക്സിനകത്ത് അടച്ചു വെച്ചിട്ട് നേരെ കൊണ്ടുപോയി ഫ്രീസറിലാണ് വെച്ചത്. ഫ്രീസറിൽ ഒരു 2-3 മണിക്കൂർ വെച്ച് അതൊന്ന് സെറ്റാക്കി എടുത്തിട്ട് പിന്നീട് അതിനെടുത്ത് ഫ്രിഡ്ജിലോട്ടാണ് വെക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഡയറക്റ്റായിട്ട് കൊണ്ടുപോയി ഫ്രീസറിൽ തന്നെ വെച്ചിരിക്കുകയാണെങ്കിൽ അത് പിറ്റേന്ന് രാവിലെ എടുത്ത് നമ്മൾ കറി വയ്ക്കുമ്പോൾ കട്ട പിടിച്ചിരിക്കൂലേ, അപ്പം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മൾ 2-3 മണിക്കൂർ ഫ്രീസറിൽ വെച്ച് ഒന്ന് സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ ഫ്രിഡ്ജിൽ നമ്മളെടുത്ത് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ എത്ര നാൾ വേണമെങ്കിലും കേടാവാതിരിക്കും. ഞാനാണെങ്കിൽ ഇത് 2-3 ദിവസം കൊണ്ട് തന്നെ ആ തേങ്ങ എല്ലാം തീർത്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ദിവസമൊന്നും വെച്ചേക്കത്തില്ല കേട്ടോ ഞാൻ തേങ്ങ. പിന്നെ നമ്മുടെ പച്ചമുളകാണെങ്കിൽ എപ്പോഴും ഞെട്ടൊക്കെ എടുത്ത് കളഞ്ഞതിന് ശേഷം തണ്ടൊക്കെ എടുത്ത് കളഞ്ഞതിന് ശേഷമാണ് നമ്മുടെ ബോക്സിലോട്ട് വെക്കുന്നത്. അപ്പോൾ ഒരു പ്ലാസ്റ്റിക് ബോക്സിനകത്ത് ഒരു ന്യൂസ് പേപ്പർ വെച്ചിട്ടാണ് കേട്ടോ വെക്കുന്നത്. എൻ്റെ അടുത്ത് ഇപ്പോൾ ടിഷ്യൂ പേപ്പർ തീർന്നു പോയി, അതുകൊണ്ടാണ്. പിന്നെ അതേ മല്ലിയിലയും ഇതുപോലെ ഡയറക്റ്റായിട്ട് കൊണ്ടുവന്ന് ബോക്സിലാണ് വെക്കുന്നത്. എന്തായാലും ഞാൻ മല്ലിയിലയൊന്നും കഴുകിയിട്ട് വെക്കത്തില്ലേ, കാരണം മല്ലിയില കഴുകിയിട്ട് വെച്ചപ്പോൾ എനിക്ക് ഒരുപാട് തവണ അബദ്ധം പറ്റി അഴുകിപ്പോയി. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ആ ഒരു പച്ച കളറിലുള്ള അടപ്പുള്ളൊരു ബോക്സ് ഉണ്ടല്ലോ അതിനകത്ത് വെക്കാമെന്ന് പേപ്പർ വിരിച്ചിട്ട്. പിന്നെ ഞാൻ പ്ലാൻ മാറ്റിയിട്ട് ഈ ഒരു ഹോൾസ് ഉള്ള പാത്രത്തിലോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇതിനകത്ത് വെച്ചിരുന്നാലും ഒരുപാട് നാൾ കേടാവാതിരിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓരോ സാധനങ്ങൾ നമ്മൾ കൊണ്ടുവരുമ്പോഴും കൃത്യമായിട്ട് അതാത് സ്ഥാനത്ത് ചിട്ടയോടുകൂടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എടുത്ത് യൂസ് ചെയ്യാനായിട്ട് നല്ല ഈസി ആയിരിക്കും കേട്ടോ.
പിന്നെ കൈയോടെ തന്നെ ദേ നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ചിട്ടയോടും വൃത്തിയോടും കൂടി ചെയ്ത് ശീലിച്ചാൽ നമുക്കതൊരു വലിയ ഭാരമായിട്ട് തോന്നത്തില്ല. പിന്നെ അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ വെക്കേഷൻ സമയമാണ്, അതുകൊണ്ട് പലർക്കും മടിയായിരിക്കും ഇതൊക്കെ ചെയ്യണോ, ഇനിയിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും അല്ലേ. പക്ഷെ നമ്മളിങ്ങനെ ചിന്തിക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. അങ്ങനെ ചിന്തിച്ച് അവസാനം നമുക്ക് കിച്ചണിലെ പണികൾ ഒന്നും തീരാതെ രാത്രിയോളം കിച്ചണിൽ തന്നെ നിൽക്കേണ്ടി വരും അല്ലേ. അത് മിക്കവാറും എല്ലാ വീട്ടമ്മമാർക്കും വെക്കേഷൻ സമയത്ത് കിട്ടുന്നൊരു പണിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ സമയം കിട്ടുന്നതിനനുസരിച്ച് ചെറിയ മീൽ പ്രിപ്സ് ഒക്കെ ചെയ്ത് വെക്കട്ടെ. ഇപ്പോൾ ഞാൻ വെജിറ്റബിൾസ് ഒക്കെ എടുത്ത് വെച്ചു, പിന്നെ തേങ്ങ ചിരകി വെച്ചു, കറിവേപ്പില ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്നും അരയ്ക്കാത്തത് കൊണ്ട് അതൊന്നും എടുത്ത് വെച്ചിട്ടില്ല കേട്ടോ. പിന്നെ കുറച്ച് ചീര കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ചീര മേടിച്ചു എന്ന്. അപ്പോൾ അതേ ചീരയൊക്കെ എടുത്തൊന്ന് ക്ലീൻ ചെയ്യണം. അതൊക്കെ എടുത്തൊരു സൈഡിലോട്ട് വെച്ചിട്ടുണ്ട്. ഇടയിൽ തന്നെ ഹസ്ബൻഡ് പുറത്ത് പോയപ്പോഴത്തേക്കും വെജിറ്റബിൾസ് മേടിക്കാൻ പോയപ്പോഴത്തേക്കും നമുക്ക് വേണ്ടുന്ന ഗ്രോസറി മേടിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഗ്രോസറി ആണെങ്കിൽ ഇത്തവണ നമ്മൾ കുറച്ചാണ് മേടിച്ചത്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതുവരെയും സംഭവിക്കാത്തൊരു കാര്യം ഞങ്ങളുടെ വീട്ടിൽ സംഭവിച്ചത്, കഴിഞ്ഞ ഒരു മാസം ഞങ്ങൾ ഒരുപാട് തവണ പുറത്തുനിന്ന് ഫുഡ് കഴിക്കേണ്ടി വന്നു കേട്ടോ. അപ്പം അത് എനിക്കൊരു അധിക ചിലവായിട്ടും തോന്നി. അതേപോലെ തന്നെ നമുക്ക് ഗ്യാസ് ലാഭിക്കാനും പറ്റി. പക്ഷേ അതിൻ്റെ പേരിൽ കുറേ ഹെൽത്ത് ഇഷ്യൂസൊക്കെ എനിക്ക് ഉണ്ടായി കേട്ടോ. ഇടയ്ക്ക് എനിക്ക് ലൂസ് മോഷനും കാര്യങ്ങളൊക്കെ വന്നതാണ്. എനിക്കങ്ങനെ അധികം പുറത്തുനിന്നുള്ള ഫുഡ് ഇഷ്ടമല്ല, നമുക്കങ്ങനെ കഴിക്കാൻ പറ്റത്തില്ല. അത് അത്ര നല്ലതും അല്ലല്ലോ. പക്ഷെ നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് പുറത്ത് പോയി കഴിക്കേണ്ടി വന്നതാണ്. അപ്പം അങ്ങനെ കുറേ നമുക്ക് ഗ്രോസറീസ് കഴിഞ്ഞ മാസം മേടിച്ചത് അങ്ങനെ തന്നെ ഇരിപ്പുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇത്തവണ നമുക്ക് കുറച്ച് സാധനങ്ങൾ മേടിച്ചാൽ മതിയായിരുന്നു. പിന്നെ അതേ ഇതിനിടയിൽ തന്നെ വൈകുന്നേരത്തേക്കുള്ള ഒരു ഈവനിങ് സ്നാക്കിന് വേണ്ടിയിട്ട് നമുക്ക് സ്വീറ്റ് പൊട്ടറ്റോ മേടിച്ചിട്ട്, അത് മേടിച്ചിട്ട് തന്നെ 2-3 ആഴ്ച ആയിട്ടുണ്ട് കേട്ടോ. അത് ഉണങ്ങി പോകാനായിട്ട് തുടങ്ങി. അപ്പം ഞാൻ ഓർത്തു ഇന്ന് തന്നെ എടുത്തത് പുഴുങ്ങാനായിട്ട് വെക്കാമെന്ന്. അപ്പോൾ അതൊക്കെ എന്നൊരു സൈഡിൽ ചെയ്യുന്നുണ്ട്. ഇതിനിടയിൽ തന്നെ ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് ഉപ്പുദീപമൊക്കെ വെച്ചിട്ട് വിളക്കൊക്കെ ഒന്ന് കൊളുത്തിയിട്ടുണ്ട്. ഉപ്പുദീപം വെക്കുന്നതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ മുന്നേ ഒരു വ്ളോഗിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഷെയർ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. നമ്മൾ വെള്ളിയാഴ്ചകളിലാണ് ഉപ്പുദീപം വെക്കേണ്ടത്. പിന്നെ അതേ എപ്പോഴും ഉള്ള പോലെ തന്നെ നമുക്ക് കുറേ പാത്രങ്ങൾ കഴുകാനായിട്ട് കാണുമല്ലോ. വീട്ടമ്മമാരുടെ മെയിൻ ജോലി അതായിരിക്കും അല്ലേ. 2 പേരാണെങ്കിലും 4 പേരാണെങ്കിലും നമ്മുടെ വീട്ടിൽ പാത്രങ്ങൾക്ക് ഒരു കുറവും കാണത്തില്ലല്ലേ. അപ്പോൾ അതേ കൈയോടെ തന്നെ ഞാൻ പാത്രങ്ങളും കഴുകി വെച്ചു. അപ്പോൾ ഇത്രയൊക്കെ ചെയ്യുന്നതിനിടയിൽ തന്നെ നമ്മുടെ ചീര എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അതിൽ ചെറിയ കെട്ടുകളായിട്ട് കാണിച്ചിരിക്കുന്നത് ഉലുവ ചീരയാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് മുട്ടയും കൂടെ ചേർത്തിട്ട് തോരൻ വെക്കാനായിട്ട് നല്ലതാണ്. പക്ഷേ ഭയങ്കര കയ്പ്പാണ്, എന്നാലും കുഴപ്പമില്ല. കുറേ നമുക്ക് ഹെൽത്ത് ബെനിഫിറ്റ്സ് കിട്ടുന്നൊരു സാധനമാണ് കേട്ടോ. ഞങ്ങൾ എപ്പോഴും ഞാൻ നിങ്ങളോട് പറയുന്നതല്ലേ, നമ്മുടെ ഡയറ്റിൽ വീക്ക്ലി 5 ഡേയ്സ് ഞങ്ങൾ ചീര കഴിക്കാറുണ്ട്. ഞങ്ങൾക്ക് മസ്റ്റാണ് ചീര. അപ്പോൾ അതേ ഈ ചീരയുടെ അകത്ത് ഒരു പച്ച കളർ ഇല കണ്ടില്ലേ, അതും എന്തോ ഒരു ചീരയാണ് കേട്ടോ. അതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയത്തില്ല. അതിവിടെ മേടിക്കാനായിട്ട് കിട്ടും. ഞാൻ പക്ഷേ ഇതുവരെയും മേടിച്ചിട്ടില്ല. അതിൻ്റെ തണ്ട് ചുവന്ന കളറിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. പിന്നെ ഇതിൻ്റെ തന്നെ നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോയൊക്കെ നന്നായിട്ട് ആവിയൊക്കെ കയറി വന്നിട്ടുണ്ട്. പണ്ടൊക്കെ ആണെങ്കിൽ ഞാൻ സ്വീറ്റ് പൊട്ടറ്റോ ഇങ്ങനെ വെള്ളത്തിലിട്ടിട്ടാണ് കേട്ടോ പുഴുങ്ങിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, ആവിയിൽ വേവിച്ചെടുക്കും. കുറച്ച് നേരം കൊണ്ട് തന്നെ വെന്ത് കിട്ടും. നല്ല കറക്റ്റായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ സ്വീറ്റ് പൊട്ടറ്റോ കഴിക്കുമ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന് ഗ്യാസിൻ്റെ പ്രോബ്ലം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും കുറച്ച് കുരുമുളകും കൂടി എടുത്ത് കുരുമുളകും ഉപ്പും കൂടി മിക്സ് ചെയ്തിട്ടാണ് കഴിക്കുന്നത് കേട്ടോ. പക്ഷേ ഇന്ന് ഞാൻ മാങ്ങ അച്ചാറുള്ളത് കൊണ്ട് അത് കൂട്ടിയാണ് കഴിച്ചത്. പക്ഷേ പിന്നീട് എനിക്ക് ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടായി. അപ്പോൾ പിന്നെ ഈ റീസെൻ്റ് ആയിട്ട് ഞാൻ താജ്മഹാളിൻ്റെ ടീ പൗഡറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്നോട് ഐശ്വര്യ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏത് ടീ പൗഡറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ താജ്മഹാൽ ബ്രാൻഡിൻ്റെയാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഒരുപാട് ബ്രാൻഡുകൾ യൂസ് ചെയ്ത് നോക്കി കേട്ടോ. ഞാൻ ആദ്യമൊക്കെ ഏവിറ്റിയുടേതാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് 3 റോസസ് ആക്കി. ഇപ്പോൾ താജ്മഹാളാണ്. അപ്പോൾ താജ്മഹാലിൻ്റെ ബ്രാൻഡ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. മറ്റു ബ്രാൻഡുകളെക്കാളും കുറച്ച് റേറ്റ് ആണെങ്കിലും പക്ഷേ നല്ല കടുപ്പവും നല്ലതാണ് കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടു. കുറച്ച് നാൾ കഴിയുമ്പോൾ ഇനി വേറെ ബ്രാൻഡിലോട്ട് പോകുമെന്ന് അറിയത്തില്ല. പക്ഷെ എന്തായാലും ഇഷ്ടമാണ്. കട്ടനൊന്നും അങ്ങനെ അധികം കുടിക്കാറില്ല. പക്ഷെ ഇന്ന് എന്തായാലും കട്ടൻ ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോയും കട്ടനും ഒക്കെ കഴിച്ചിട്ട് പിന്നെ അതേ ചീര ക്ലീൻ ചെയ്യാനായിട്ട് ഇരുന്നു. ചീരയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്ത് വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ. ഇന്ന് ഇനിയിപ്പോൾ കട്ട് ചെയ്യുന്നില്ല. ഞാൻ ഒരുപാട് പണികൾ ചെയ്ത് തളർന്നിരിക്കുവാണേ.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ജോലികൾ ഇനി ചെയ്യാൻ വയ്യാത്തത് കൊണ്ട് നല്ല ടയേർഡ് ആയിട്ടുണ്ട്. ഇത്രയും ചെയ്തപ്പോൾ തന്നെ, ഈ ചൂടത്ത് ഇത്രയും പണികൾ ചെയ്തപ്പോൾ തന്നെ അത്യാവശ്യം നല്ല ടയേർഡാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം ഒരുപാട് പ്രൊഡക്റ്റീവ് ആയ പോലെ എനിക്ക് തോന്നി. അപ്പോൾ നാളെ രാവിലെ ഞാനിതിന് കട്ട് ചെയ്തെടുക്കത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വെനസ്ഡേ വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻസിലൂടെ അറിയിച്ചേക്കണേ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വെനസ്ഡേ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.